വെളിയിൽ പോകുമ്പോ എന്നെ ഇട്ടിട്ട് പോവും. വെളിയിൽ പോകുമ്പോ വിളി ഇട്ടോണ്ട് വിളന്തോ എന്റെ അണ്ടർവെയറോ? വെളിയിലോട്ട് പോകുമ്പോ വീട്ടിൽ എന്നെ ഒറ്റക്കിട്ടിട്ട് പോകുന്നു. മോളെ അതങ്ങനെ പറയേണ്ട കാര്യമില്ല. നിനക്ക് 10-40 വയസ്സായില്ലയോ? ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. എന്തുവാ ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അത് പറയേണ്ട കാര്യമില്ല. ഇത് റൂട്ട് തെറ്റിച്ചോണ്ട് നീ പോകണ്ട. അച്ഛാ ഒന്ന് സ്നേഹത്തോടെ ഇതുവരെ നോക്കിയിട്ടുണ്ടോ ചോദിക്കാ. ഭാര്യമാരാകുമ്പോ ഭർത്താക്കന്മാരെ സ്നേഹത്തോടൊക്കെ ഒന്ന് നോക്കണം. ഞാൻ സ്നേഹത്തോടെ നോക്കുമല്ലോ. സ്നേഹത്തോടെ നോക്കാൻ നിനക്കറിയാവോ? എനിക്കറിയാം. എങ്ങനെ നോക്കുന്നേ? ഇങ്ങനാണോ? മീനാക്ഷി, എന്താ മനുഷ്യ പുതിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് വരാം. തീർത്തോട്ടെ. ഇങ്ങനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ എല്ലാ ദിവസവും ഡൗറിയുടെ പേരും പറഞ്ഞ എന്നെ അടിക്കുന്നത്. എടാ, ആ ചെറുക്കനുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും തീർത്തിട്ടാ നിന്റെ കൂടെ ഞാൻ കെട്ടിച്ചു വിട്ടത്. ആ വിഷയത്തെ കുറിച്ച് ഡൗറി എന്ന് പറഞ്ഞ സ്ത്രീധനം. മോളെ ഒരു കാര്യം പറയാം. എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ. പിന്നെന്താ നിന്നെ ഇംഗ്ലീഷ് ചികിത്സ ഞാൻ ഇപ്പൊ എല്ലാം വിളിച്ചു പറഞ്ഞു. രണ്ടുപേരും കൂടെ അവിടെ കുശുകുശാ സംസാരിക്കുന്നത് ഞാൻ കേട്ട്. എന്നെ ഒരു പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് രണ്ടുപേരും കൂടെ. എന്താ എന്തോ ഡയറിയുടെ കേസ് പറയുന്നത് കേട്ടല്ലോ. ആദ്യം അതെടുത്തോണ്ട് അതിലുള്ളത് വായിച്ചിട്ട് ബാക്കി കാര്യം. ഇവൻ അച്ഛൻ്റെ കൂട്ട് തന്നെ കേട്ടോ. എന്തോന്ന് വിദ്യാഭ്യാസം ലോ. കോഴിക്കൂട് അടച്ചാർന്നോ? ഇല്ലായിരുന്നു. കഴിക്കുന്ന കുരുവോ? ഞാൻ കോഴിക്കോട് അടയ്ക്കാൻ അങ്ങോട്ട് ചെന്നപ്പോ അതിനകത്തിരുന്നുണ്ട് കോഴി പറയാ ഞാൻ ഇതിനകത്തുനിന്ന് കുറ്റി കിട്ടോളാവുന്നു. ആടിനെ കെട്ടിയായിരുന്നോ? ഇല്ല, ഞാൻ 40 കൊല്ലം മുമ്പ് ഒരു പോത്തിന് എങ്ങ് കെട്ടി. ആടിനെ അഴിച്ച് കെട്ടിയായിരുന്നോ എന്നാ ചോദിച്ചത്. ഇല്ല, ആടിനെ കെട്ടാൻ ചെന്നപ്പോഴേ ആട് പറയാ കെട്ടുപ്രായം ആയിട്ടില്ലെന്നും പറഞ്ഞ തറയെ കിടന്നുകൊണ്ട് ഉരുണ്ട് കരയുവാ. അപ്പൊ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ, ഞാൻ ഇങ്ങോട്ട് അങ്ങ് പോന്ന്. തർക്കുത്തര കോമഡി ആയിട്ട് രാവിലെ ഇറങ്ങിയിരിക്കുക.